ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമാണ്. കോടതി നല്ല രൂപത്തിൽ അതിന് ഇടപെടുന്നുണ്ട്. വ്യക്തമായ നിർദ്ദേശമാണ്, ശക്തമായ നിലപാടാണ് കോടതിയുടേത്. അത് സംബന്ധിച്ച് ഇപ്പോൾ ഏത് തരത്തിൽ കോടതി പുതിയ നിർദ്ദേശങ്ങൾ വെച്ചാലും അത് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അല്ല, അത് ഉണ്ടോ എന്നുള്ളതും പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആരുടെയെങ്കിലും കുറ്റക്കാരനാണെന്ന് വരാതെ ഞാൻ കയറി അവർ കുറ്റക്കാരായിരുന്നു ഞാൻ പറഞ്ഞത് ശരിയാണോ? അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചോളം പരിശോധനാ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ അവർ ഇത്ര ദിവസക്കകം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരട്ടെ, വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രതികരിക്കാം. അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ശരി. അല്ല, അതൊക്കെ ഇപ്പോഴത്തെ കാര്യങ്ങൾ 1999 മുതലുള്ള പരിശോധിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം അന്ന് ഈ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ പുറകോട്ട് പരിശോധിക്കും. അല്ല, 2019 കൊടുക്കുമ്പോഴായിരുന്നാലും ഇതെല്ലാം എവിടെയെങ്കിലും ഫൗൾ പ്ലേ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് അന്വേഷണം. അല്ല പിന്നെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് കോടതി വ്യക്തമായി തന്നെ കൃത്യമായി ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിനോട് സമയബന്ധിതമായി ഈ കാര്യത്തിൽ ഇടപെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഈ വിഷയത്തിലൊരു വിമർശനവും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ അത് തെറ്റായ ധാരണയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നിശ്ചയമായും ഈ കാര്യത്തിൽ കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് ബാക്കി കാര്യങ്ങളെ മുന്നോട്ട് പോകുന്നു അദ്ദേഹം പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗവൺമെൻറ് നിലപാട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ആര് കൊണ്ടുപോയാലും അവരെ പിടികൂടുക എന്നുള്ളതാണ് ഈ കാര്യത്തെ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ നിലപാട്. ഏതായിരുന്നാലും ഇപ്പോൾ ഉണ്ടായ സംഗതിയല്ല, 2019 സംഭവമാണ് ഇപ്പോൾ ഇതിൻ്റെ പുറകോട്ടുള്ള പരിശോധനയ്ക്കൂടെ ഇടയായി വന്നിട്ടുള്ളത്. അത് പരിശോധിച്ച് വരട്ടെ, റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ട് വരുന്നോളം വരെ നിങ്ങളൊന്ന് കാത്തു നിൽക്കുക, നമുക്കെല്ലാം കാത്തു നിൽക്കാം. അന്വേഷണം ഏതായാലും നടന്നില്ലെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ സമഗ്രമായ അന്വേഷണമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കൃത്യമായി ദേവസ്വം ബോർഡിന് മിനിറ്റ്സുകൾ പരിശോധിച്ച് നിങ്ങൾ പോയി അപേക്ഷ കൊടുത്താൽ കിട്ടും. വിവരാവകാശം വെച്ച് കൊടുത്താൽ മതി. അവർ കൃത്യമായി ഈ കാര്യത്തെ സംബന്ധിച്ചോളം തീരുമാനമെടുത്തത് കൃത്യമായി അതിൻ്റെ മാനുവൽ പ്രകാരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പരിശോധിച്ച് കോടതി മുമ്പാകെ വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നോക്കാം. അവർ പരിശോധിക്കുകയില്ല. പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് ഞാനെങ്ങനെ കയറി പറയുക? ഇപ്പോഴത്തെ കാര്യങ്ങളാണെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം.